ടി-ടെക്കിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് സെമി ഓട്ടോമാറ്റിക് സ്ട്രാപ്പിംഗ് മെഷീനാണ്. നിങ്ങളുടെ പ്രോഡക്റ്റ്സ് ഏത് ടൈപ്പ് പ്രോഡക്റ്റ്സും ആവട്ടെ, നിങ്ങളത് ബണ്ടിലാക്കിയാണ് മാർക്കറ്റിൽ എത്തിക്കുന്നതെങ്കിൽ ആ ബണ്ടിലാക്കാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നൊരു മെഷീനാണ് സ്ട്രാപ്പിംഗ് മെഷീൻ. സ്ട്രാപ്പിംഗ് മെഷീൻ ഒരു സെക്കൻഡറി പാക്കേജിങ് മെഷീനാണ്. നമ്മളുടെ പ്രോഡക്ട്സിന് മുകളിലൂടെ അതിൻ്റെ സ്ട്രാപ്പ് കെട്ടി നമ്മൾ ടൈറ്റ് ചെയ്ത് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ എല്ലാം കുറേയും കൂടി സേഫായിട്ട് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ് സ്ട്രാപ്പിംഗ് മെഷീൻ. ഈ സ്ട്രാപ്പിംഗ് മെഷീനിൽ നമുക്ക് കാർട്ടൺ ബോക്സസ് ആവട്ടെ, മറ്റ് ബുക്സ് ആകട്ടെ, അങ്ങനെ ഏത് ടൈപ്പ് പ്രൊഡക്ട്സും ആവട്ടെ, അതിന് നിങ്ങൾ വള്ളിയിട്ട് കെട്ടാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രൊഡക്ട്സിനെല്ലാം നമുക്ക് വള്ളിയിട്ട് കെട്ടാതെ കുറേയും കൂടി പ്രൊഫഷണലായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഹെൽപ്പ് ചെയ്യുന്ന മെഷീനാണ് സ്ട്രാപ്പിംഗ് മെഷീൻ. നോർമലി പല ആൾക്കാരും മാനുവൽ സ്ട്രാപ്പിംഗ് മെഷീൻസാണ് യൂസ് ചെയ്യുന്നത്. ടെൻഷനർ ഉപയോഗിച്ച് സ്ട്രാപ്പ് പ്ലേസ് ചെയ്ത് അതിനെ ടൈറ്റ് ചെയ്ത് ഒരു മെറ്റൽ ക്ലിപ്പൊക്കെ ഇട്ട് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അതിനെടുക്കുന്ന സമയത്തിനെ സേവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മെഷീനാണ് സെമി ഓട്ടോമാറ്റിക് സ്ട്രാപ്പിംഗ് മെഷീൻ. ഇതിനകത്ത് നമുക്ക് നമ്മളുടെ പ്രോഡക്റ്റ്സ് വെച്ച് കൊടുക്കാം. ഈ സ്ട്രാപ്പിന് നമുക്കിവിടെ പ്ലേസ് ചെയ്യാം. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ടൈറ്റ് ചെയ്ത് സ്ട്രാപ്പിന് സീൽ ചെയ്ത് പുറത്ത് വരുന്നതാണ്. കൺട്രോൾസ് നോക്കാം. പവർ സ്വിച്ചാണ് ഓണാക്കുക. പവർ സ്വിച്ച് ഓണാക്കുമ്പോൾ മെഷീൻ സ്റ്റാർട്ടാവും. ഇനി നമുക്കൊരു 1 മിനിറ്റോളം സമയം എടുക്കും ഇതിൻ്റെ ഹീറ്റർ ഒന്ന് ഹീറ്റായി വരാനായിട്ട്. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്നതാണ് നമുക്ക് ഇതിൻ്റെ സ്ട്രാപ്പിൻ്റെ ലെങ്ത്ത്. ഓരോ ഓപ്പറേഷൻ കഴിയുമ്പോഴും എന്തുമാത്രം ലെങ്ത്ത് പുറത്തേക്ക് വരണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് നമുക്കിതിനകത്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. മാനുവലി നമുക്കിതിനെ കുറേശ്ശെ മുന്നോട്ട് നീക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് മാനുവലി ഇത്. അതുപോലെ തന്നെ റീസെറ്റ് ഫീഡ് എന്ന് പറഞ്ഞ ഓപ്ഷനും കൂടിയുണ്ട്. നമുക്ക് സ്ട്രാപ്പിനെ അവിടെ പ്ലേസ് ചെയ്ത് ഫീഡ് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ഫീഡ് ചെയ്ത് വരുന്നതാണ്. ആദ്യമായിട്ട് നമുക്കൊരു ബണ്ടിൽ കാർട്ടൺസ് എടുക്കാം. അതിനെ നമുക്ക് പ്ലേസ് ചെയ്യാം. അതിനുശേഷം ഈ സ്ട്രാപ്പിനെ നമുക്കിതിൻ്റെ ഇൻസൈഡിലോട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് ടൈറ്റായി, ഓട്ടോമാറ്റിക്കലി ടൈറ്റായി നമുക്ക് സീലായി പുറത്ത് വന്നിട്ടുണ്ട്. ഇതിനെ കുറച്ചുകൂടി നീക്കി വെച്ച് അടുത്തൊരു സ്ട്രാപ്പും കൂടി നമുക്ക് പ്ലേസ് ചെയ്യാം. ഇതുപോലെ എടുത്ത് നമുക്കിതിനെ ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഒന്നുകൂടി ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. ഇതുപോലെ നമുക്കിതിനെ ബണ്ടിലാക്കി നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാവുന്നതാണ്. അടുത്ത് നമ്മൾ കുറച്ച് ബുക്സാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ പ്രിൻറ്റിങ് യൂണിറ്റ്സ് ആവട്ടെ, അല്ലെങ്കിൽ മറ്റ് പ്രസ്സുകളാവട്ടെ, അവർക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇതേപോലെ ബുക്സ് ആവട്ടെ, മറ്റേതെങ്കിലും റെക്കോർഡ്സ് ആവട്ടെ, പേപ്പറുകളാവട്ടെ, അതിനെല്ലാം നമുക്കിതേപോലെ പ്ലേസ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഈ സ്ട്രാപ്പിനെ നമുക്കിതുപോലെ വെച്ച് കൊടുത്താൽ അത് ഓട്ടോമാറ്റിക്കലി വന്ന് ടൈറ്റ് ആവും. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് കുറയ്ക്കണമെങ്കിൽ ഇവിടെ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത ഓപ്പറേഷൻ വരുമ്പോൾ ഈ സ്ട്രാപ്പിൻ്റെ ലെങ്ത്ത് കുറച്ചുകൂടി കുറയും. കണ്ടോ? ഇപ്പോൾ നമുക്ക് 2 പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അടുത്ത് നമ്മളൊരു കാർട്ടൺ ബോക്സാണ് ചെയ്യുന്നത്. കാർട്ടൺ ബോക്സ് ഇതേപോലെ നമുക്ക് പ്ലേസ് ചെയ്യാം. സ്ട്രാപ്പിന് നമുക്കിതുപോലെ ഇതിന് മുകളിലൂടെ എടുത്തിട്ട് നമുക്കിവിടെ സ്ലോട്ടിനകത്തായിട്ട് നമുക്കിതുപോലെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ നമുക്ക് സ്ട്രാപ്പ് എല്ലാ സൈഡിലും ഈസി ആയിട്ട് നമുക്ക് സ്ട്രാപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സെമി ഓട്ടോമാറ്റിക് സ്ട്രാപ്പിംഗ് മെഷീൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു, ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതിൽ നമ്മൾ ഇതുപോലെ കാർട്ടൺ ബോക്സ് ബണ്ടിലാക്കുന്നത് കണ്ടു, ബുക്സ് നമ്മൾ ബണ്ടിൽ ചെയ്യുന്നത് കണ്ടു, അതുപോലെ കാർട്ടൺ ബോക്സിന് പുറത്ത് നമ്മൾ സ്ട്രാപ്പ് ചെയ്യുന്നത് കണ്ടു. ഇതെല്ലാം നമ്മൾ ഈ സെമി ഓട്ടോമാറ്റിക് സ്ട്രാപ്പിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് ചെയ്തത്. ഇതിൻ്റെ സ്പീഡും നിങ്ങൾക്ക് കണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെയും പ്രൊഡക്ഷൻ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ പ്രോഡക്റ്റ്സും സ്ട്രാപ്പ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ പാക്കിംഗ് മെഷീൻസ്, കോഡിംഗ് മെഷീൻസ് മുതലായ മെഷീനുകളെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.